ഇതുവരേക്കും ഒരു ഉറപ്പ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല കണ്ണൂരിലെ സീറ്റിൽ മത്സരിക്കുന്ന കാര്യത്തിൽ. എന്തായാലും അദ്ദേഹത്തിന്റെ ക്യാമ്പിന്റെയും ഒരു പരാതി എന്ന് പറയുന്നത് 2006 ശേഷം കണ്ണൂരിൽ കെ സുധാകരൻ ഇതുവരേക്കും നിയമസഭയിൽ മത്സരിച്ചിട്ടില്ല. 2016 അദ്ദേഹം പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ കാസർഗോഡ് ഉദുമയിലായിരുന്നു മത്സരിച്ചത്. അന്ന് പാർട്ടി CPM-ന്റെ ശക്തി കേന്ദ്രമായ ഉദുമയിൽ അദ്ദേഹം മത്സരിച്ച് തോൽക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പലതവണ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നെങ്കിലും പിന്നീട് പാർട്ടി നിർബന്ധിച്ച് അദ്ദേഹത്തെ മത്സരിപ്പിച്ചു. അതിനുശേഷം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോഴും അദ്ദേഹത്തിനോട് പറഞ്ഞില്ല എന്നൊരു പരാതി അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. മാത്രമല്ല അതിനുശേഷം അദ്ദേഹം പാർട്ടി നേതൃത്വം കൊടുത്തൊരു ഉറപ്പ്, അദ്ദേഹം ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാമെന്നൊരു ഉറപ്പ് അദ്ദേഹത്തിന് നേതൃത്വം നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടു എന്നുള്ളൊരു പരാതിയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ഉള്ളത്. അതാണ് ഇന്നലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് പുറത്തു വന്നത്. തന്റെ നേതാവിന് മുറിവേറ്റു എന്നുള്ളൊരു അഭിപ്രായമാണ് കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അടക്കമുള്ളത്. അതുകൊണ്ടാണ് ഇന്നലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നേതാക്കൾ കൂട്ടത്തോടെ കാണാനെത്തിയത്, പിന്തുണയുമായി എത്തിയത്. DCC പ്രസിഡന്റ് അടക്കമുള്ളവർ, DC സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് പിന്തുണ നൽകി. എന്തായാലും ചില നേതാക്കൾ പറയുന്നത് വലിയ അതൃപ്തി കെ സുധാകരനില്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന അതൃപ്തിയാണ് ഉള്ളത് എന്നുള്ളതാണ്. എന്നാൽ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് കെ സുധാകരൻ ടീമിന് ഒരു പ്രതീക്ഷയുണ്ട്. കാരണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സമുദായത്തിൽ നിന്ന് ഒരു നേതാവിനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹം കെ സുധാകരൻ, അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ അതിൽ ഈ സമുദായത്തെ അത് അടുപ്പിക്കുന്നതിൽ സമുദായത്തിന് വേണ്ട പ്രാതിനിധ്യം കിട്ടില്ല എന്നുള്ളൊരു പൊതു പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഈ ക്യാമ്പിനുണ്ട്. അങ്ങനെയാണ് അവർ കരുതുന്നത്. എന്തായാലും ഒരു ഉറപ്പ് കിട്ടാത്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ ക്യാമ്പിൽ പ്രശ്നങ്ങൾ തുടരുന്നുണ്ട്. എന്തായാലും ആ ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ ഡൽഹിയിലേക്ക് പോകൂ എന്നുള്ളതാണ് കെ സുധാകരൻ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. കെ സുധാകരനെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ മൊത്തത്തിൽ അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്ന് കരുതുന്നു. കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ കെ സുധാകരൻ കൂടി കണ്ണൂരിൽ മത്സരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സീറ്റ് കണ്ണൂരിൽ നിന്ന് മാത്രം കോൺഗ്രസിനും UDF-നും കിട്ടുമെന്നാണ് അവർ കരുതുന്നത്.